ഹലോ, ഗുഡ് മോർണിംഗ്. തമ്പനയിൽ കണ്ടതുപോലെ ശ്യാമപ്രിയത്തിലെ ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ശ്യാമപ്രിയം എന്താണെന്ന് പറഞ്ഞാലോ. ഈ വീട്ടിൽ ഞങ്ങൾ 3 പേരാണുള്ളത്. അതായത് എൻ്റെ പേര് പ്രിയ, എൻ്റെ ഹസ്സാണ് ശ്യാംപ്രസാദ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് വച്ച വീടിൻ്റെ പേരാണ് ശ്യാമപ്രിയം. അതായത് ശ്യാമിൻ്റെയും പ്രിയയുടെയും വീടാണ് ശ്യാമപ്രിയം. പിന്നെ നമ്മുടെ തമ്പനയിൽ സാത്വികം എന്നും കൂടെ ഒരു വേർഡ് കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ മോൻ്റെ പേര് സാത്വിക് എന്നാണ്. അവൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വെച്ചിട്ടുള്ള പേരാണ് സാത്വികം എന്ന്. അങ്ങനെ കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. നമുക്കൊരു 5:30 സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിളക്ക് വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നേരം പരപരാ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പവും മസാലക്കറിയുമാണ്. പിന്നെ സവാള കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സവാള അരിഞ്ഞിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇടുന്നു, ഇളക്കുന്നു, നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ള ഒരു മസാലക്കറിയാണ്. അപ്പോൾ അപ്പത്തിന് കഴിക്കാൻ നല്ലതാണ്, മധുരവും ഉണ്ടാവും, അങ്ങനെ ഒരു മസാലയുടെ ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നിട്ടുണ്ട്. ഇന്ന് 3 പേർക്കും ഒഴിവുള്ള ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകേണ്ട ദിവസമോ കോളേജുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരവരുടെ സമയത്തിനെടുത്ത് കഴിക്കുകയാണ് ചെയ്യാറ്. ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഉമ്മറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അതിനുശേഷം ശ്യാമിന് അരിഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിക്കവാറും അരിയണ കാര്യങ്ങൾ ഞാൻ ശ്യാമിന് കൊടുക്കൂട്ടാം. അങ്ങനെ നല്ല വൃത്തിക്ക് അരിഞ്ഞു തരും. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് നല്ല മഴയാണ് കേട്ടോ. മഴ ആസ്വദിക്കാൻ തുടങ്ങിയത് ശ്യാമപ്രിയത്തിൽ വന്നതിന് ശേഷമുണ്ട്. സാധാരണ പണ്ട് കാലത്തൊക്കെ മഴ എന്ന് പറയുമ്പോൾ വീടിനുള്ളിൽ കയറിയിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ ശ്യാമപ്രിയത്തിൽ എത്തിയപ്പോഴാണ് ഇത്രയ്ക്ക് നന്നായിട്ട് മഴയുടെ ഭംഗി കാണുന്നത്. കാരണം നമ്മുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് പാടമാണ്. നമ്മുടെ ഉമ്മറത്തിരുന്നാൽ തന്നെ ഈ മഴ കാണുമ്പോൾ ഈ മഴ നനയുന്നൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാം. ഇത്ര അധികം ഭംഗിയിലാണ് മഴ പെയ്യണേന്ന് കണ്ടത് ശ്യാമപ്രിയത്തിൽ എത്തിയതിന് ശേഷമാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഓരോ മഴയ്ക്കും ഓരോ പ്രത്യേകതയാണ്. ചെറിയ ചാറ്റൽ മഴയ്ക്കും ഒരു ഭംഗി, വലുതായി ചെരിഞ്ഞു പെയ്യുന്ന മഴയ്ക്കും വേറൊരു ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കലത്തെ പരിപാടി നോക്കി. ഉച്ചയ്ക്ക് നമ്മൾ കോവയ്ക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇന്ന് ശ്യാമിന് ഉച്ചയ്ക്കായിരുന്നു ജോലി. അതായത് 3 മണിക്ക് കയറണമായിരുന്നു. അപ്പോൾ 3 മണിക്ക് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ പോത്തുട്ടനെ അഴിച്ചുകൊണ്ട് വരും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ 5:30ക്കാണ് സാധാരണ നമ്മൾ അഴിക്കുക. ആ സമയത്ത് അഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ശ്യാമ് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവനെ കെട്ടിയ കുറ്റിയും പറിച്ച് അവൻ്റെ സ്ഥലത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ വന്നപ്പോൾ ചെളിയിൽ കുളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ ഉച്ച സമയമായിരുന്നു, എന്നാൽ തന്നെ വേഗം ഒന്ന് മോട്ടറടിച്ച് നനച്ച് കുളിപ്പിച്ചതിന് ശേഷം ശ്യാമു പോവാണ് കേട്ടോ ജോലിക്ക്. ഇനി രാത്രി 11 മണിക്കാണ് വരിക. ശ്യാമു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെയും അപ്പൂസിൻ്റെയും ഒരു ലോകമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വാതിലടച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവൻ്റെ കഥകളും അവൻ്റെ കാര്യങ്ങളുമാണ്. അതിനുശേഷം ഒരു ഉറക്കത്തിന് ശേഷം ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ വിളക്ക് വയ്ക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൂസിനെ ഇന്ന് വൈകിട്ട് കുളിപ്പിച്ചൊന്നുമില്ല, കാരണം അവൻ്റെ പനി അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു 6:30 6:45 വരെയാണ് കേട്ടോ നമ്മൾ ഉമ്മറത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറും. കുറച്ച് നേരം നമ്മളിങ്ങനെ ഉമ്മറത്തൊക്കെ ഒന്ന് നടക്കും. കാരണം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ശ്യാമപ്രിയത്തെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സമയമാണ് ഇങ്ങനെ നടക്കാനായിട്ട് കിട്ടുന്നുള്ളൂ വൈകിട്ട്. അത് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറും. ഒരമ്മ 9 മാസത്തെ കണക്ക് കുട്ടിയുടെ അടുത്ത് പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ശ്യാമപ്രിയത്തിനോട് ഒരു 13 മാസത്തിന് ഞങ്ങളുടെ കഷ്ടപ്പാടാണ് കേട്ടോ പറയാനുള്ളത്. അതിനുശേഷം ശ്യാമിന് OT ഉണ്ട് എന്ന് പറഞ്ഞുള്ള കോള് വന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.